നമ്മുടെ പ്രിയങ്കരിയായ HM ജേനി ജോസി ടീച്ചറാണ്. ടീച്ചർക്ക് വളരെ സന്തോഷം തോന്നി. കഴിഞ്ഞ ദിവസം 7ാം ക്ലാസ്സിലെ നമ്മുടെ അധ്യാപകര് ഏറ്റെടുത്ത നമ്മുടെ ദിനാഘോഷം, ഈ ജൂൺ മാസത്തിലെ ദിനാഘോഷത്തില് ഏറ്റവും കളർഫുൾ ആയിട്ട് നിങ്ങൾ ചെയ്തിരിക്കുന്നത് എന്താണ്? നമ്മുടെ അക്ഷരമര ഡിജിറ്റൽ വായനയിലൂടെയും വായിച്ചു വളർന്ന് ഭാരതത്തിന്റെ നാം ഇന്ന് ഈ ഹാളിൽ ഒരുമിച്ച് കൂടിയ ഇതിനെക്കുറിച്ചും അതിന്റെ ഉദ്ദേശങ്ങളെ കുറിച്ചുമൊക്കെ സ്വാഗതം പറഞ്ഞ ജെനി ടീച്ചറും അഭിസംബോധന നടത്തിയ ടീച്ചറുമൊക്കെ സൂചിപ്പിച്ചു നിങ്ങളോട്. ജ്ഞാനത്തിന്റെ പുസ്തകം 9ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങൾ. മനുഷ്യന്റെ ജനനം മുതൽ മരണം വരെയുള്ള ഒരു പ്രതിഭാസമാണ് വിദ്യാഭ്യാസം. വായിക്കണം, നമ്മൾ വായിക്കണം, വായിച്ചു നമ്മൾ വളർന്നിടണം, നമ്മൾ വളർന്നിടണം. Kerala Christ Holy Sedan as the price each 400 rupees. 2 shipworkers of Italy 10 समाचार वाचिका निरुपमा. मुख्य समाचार. आज 19 जून वाचन दिवस की शुभकामनाएं. अस्सलामुअलैकुम वरहमतुल्लाहि वबरकातुहु. يحتفل حكومة كينيا منذ عام 1900. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമ്മളെ ഇന്ന് എല്ലാ കുട്ടികളും മറന്നു പോകുന്ന ഒരു പ്രവൃത്തി വീണ്ടും ഓർമ്മിപ്പിക്കാനാണ് ഷാഹിറെ ഇസ്ലാം വതൻ ഷാഹിർ വഅയ്ന നാമോं में തീം പഠിക്കരുടെ ഓർമ്മയ്ക്കായി അക്ഷരമിതിയിൽ നിന്നും നാം അറിവിൻ മുത്തുകൾ വാരേണം, പുസ്തകമെന്നൊരു ചങ്ങാതി. June 19 is reading day. Happy reading day to all. ശോഭപരക്കട്ടെ പുസ്തകവായന ശീലത്താൽ അറിവിൻ ശോഭപരക്കട്ടെ, അറിവിൻ ശോഭപരക്കട്ടെ, അറിവിൻ ശോഭപരക്കട്ടെ. ഞങ്ങളുടെ 4ാം ക്ലാസ് മലയാള പാഠപുസ്തകത്തിലെ ചെറുശ്ശേരി എന്ന കവിയെയാണ് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. 15ാം വായനാ ദിനം. പുസ്തകം നമുക്ക് തരുന്ന അറിവുകൾക്ക് അറ്റമില്ല. എവിടെയും പോകാതെ ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങാൻ, നന്മയും തിന്മയും വേർതിരിച്ചറിയാൻ നമ്മളെ ഇരുന്നുകൊണ്ട് അക്ഷരനിധിയിൽ നിന്നും നാം അറിവിൻ മുത്തുകൾ വാരേണം, പുസ്തകമെന്നൊരു ചങ്ങാതി ഉത്തമനായൊരു വഴി കാട്ടി, പുസ്തകമെന്നൊരു ചങ്ങാതി ഉത്തമനായൊരു വഴി കാട്ടി. അറിയുക നമ്മൾ ലോകത്തെ വായന എന്നൊരു കർമ്മത്താൽ, വായിച്ചങ്ങനെ വളരേണം, നേടണമെന്നും വിജ്ഞാനം, വായിച്ചങ്ങനെ വളരേണം, നേടണമെന്നും വിജ്ഞാനം. ജ്ഞാനത്തിൻ പ്രഭ വിതറേണം, അജ്ഞതയെന്നും വെടിയേണം, പുസ്തകവായന